കോഴിക്കോട് മലയോര മേഖലയിൽ ശക്തമായ മഴയാണ്. താമരശ്ശേരി ഒന്നാം വളവിൽ മരം പൊട്ടി വീണു. അതോടുകൂടി ചുരത്തിലേക്കുള്ള ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു എന്ന പുതിയ വിവരം കൂടി അവിടുന്ന് ഇംതിയാസ് കരീം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാറ്റിന്റെ ശക്തിയൊക്കെ ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. ഇംതിയാസ് ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. ഇംതിയാസ്, മഴയ്ക്കൊരു ശമനമുണ്ടോ? ഇപ്പോഴത്തെ കാലാവസ്ഥ എങ്ങനെയാണ്? ഗതാഗതം പുനഃസ്ഥാപിക്കാനായോ? പ്രതീഷ്, ഇന്ന് വൈകിട്ടൊരു 4 മണിക്ക് ശേഷമാണ് കോഴിക്കോട്ടെ മലയോര മേഖലയിൽ ശക്തമായ മഴ അനുഭവപ്പെട്ടത്. മഴയ്ക്കൊപ്പം നല്ല രീതിയിലുള്ള കാറ്റും അനുഭവപ്പെടുന്നുണ്ട്. ഈ കാറ്റിലാണ് താമരശ്ശേരി ഒന്നാം വളവിന് താഴെ ഭാഗത്തായിട്ട് മരം പൊട്ടി വീണ് ഭാഗികമായിട്ട് ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത്. എന്തായാലും മുക്കം ഫയർഫോഴ്സ് സംഘം അങ്ങോട്ടേക്ക് എത്തി ഈ മരം മാറ്റാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. അല്പസമയത്തിനകം ആ മരം മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്യും. നഗരത്തിൽ മഴയുണ്ടായിരുന്നെങ്കിലും അത് ഒരു അരമണിക്കൂറോളം പെയ്തതിനു ശേഷം അത് മഴയ്ക്ക് ശമനമുണ്ട്. എന്തായാലും മലയോര മേഖലയിൽ കാറ്റോടുകൂടിയ മഴയുണ്ട് എന്നത് തന്നെയാണ് കാര്യം. കൂടുതൽ നാശനഷ്ടങ്ങളിലേക്കും മറ്റും പോകാതിരിക്കാൻ ഫയർഫോഴ്സ് സംഘം സജ്ജവുമാണ്. താമരശ്ശേരിയിലെ പ്രധാനപ്പെട്ട പാതയാണോ? ഇപ്പോൾ വയനാടിനെ ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയാണോ അതോ മറ്റേതെങ്കിലും പാതയാണോ? എവിടെയാണ് ഈ ഗതാഗത തടസ്സം അനുഭവപ്പെടുന്നത്? സാധാരണ മഴ പെയ്യുമ്പോൾ ചുരത്തിലൊക്കെ വലിയ ഗതാഗത തടസ്സം, മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന തടസ്സമൊക്കെ രൂപപ്പെടുന്ന പതിവുണ്ട്. ഇപ്പോഴെങ്ങനെയാണ് അവിടുത്തെ സ്ഥിതി എന്നറിയാൻ കഴിയുന്നുണ്ടോ? അതായത് വൈകുന്നേര സമയമായതുകൊണ്ട് തന്നെ ചുരത്തിൽ അത്യാവശ്യം വാഹനങ്ങൾ ചുരം വഴി പോകാറുണ്ട്. ഇതിപ്പോൾ ഒന്നാം വളവിന് താഴെ ഭാഗത്തായിട്ടാണ് ഇത്തരത്തിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടത്. ഏതായാലും ഈ ബസ് അടക്കമുള്ള, അതായത് ബസ്സും ലോറിയും ഒക്കെ കയറി പോകുന്ന ഒരു ചുരം പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണിത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗികമായി ഇപ്പോൾ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നു എന്നാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. ഫയർഫോഴ്സ് സംഘം അത് മാറ്റാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതായത് ഭാഗികമായി തടസ്സപ്പെട്ടതുകൊണ്ട് തന്നെ ചെറിയ വാഹനങ്ങൾ, അതായത് ഇരുചക്ര വാഹനങ്ങളും കാറടക്കമുള്ള വാഹനങ്ങൾക്ക് ഒരു ഭാഗത്തോടു കൂടി ഇപ്പോൾ പോകാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഈ മരം പൂർണ്ണമായി മാറ്റിയാൽ മാത്രമേ ബസ്, ലോറി അടക്കമുള്ള വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയുകയുള്ളൂ. സതീഷ്. ഇംതിയാസ് കരീമാണ് വിവരങ്ങൾ നൽകുന്ന. ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും വലിയ ശക്തമായ കാറ്റാണ് ആ മേഖലയിൽ അനുഭവപ്പെട്ടത്. അതിന് പിന്നാലെയാണ് മരം ഒടിഞ്ഞു വീണ് ഗതാഗത തടസ്സമുണ്ടായി ഭാഗികമായി പ്രധാന പാതയിൽ എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ അവിടെ നിന്ന് വരുന്നത്.